ഹലോ വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം. ഇന്ന് നമ്മൾ ലൈവ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്ന് നമ്മൾ പ്രീ റെക്കോർഡഡ് ക്ലാസ് ആണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇടിയും മഴയൊക്കെ കാരണം നെറ്റ്വർക്ക് വലിയ ഇഷ്യൂസാണ്. പല ആളുകൾക്കും കൃത്യസമയത്ത് നെറ്റ്വർക്ക് ലഭിക്കുന്നില്ല. നമുക്കും അതുപോലെ തന്നെ ലൈവ് നടക്കുന്നതിനിടയിൽ തന്നെ ഇടിയൊക്കെ വെട്ടിക്കഴിയുമ്പോൾ വലിയ പ്രയാസങ്ങളുണ്ട്. കൊറോണ കാരണം ഒരുപാട് സ്റ്റാഫും നമുക്ക് ലീവാണ്. പക്ഷേ എങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ, അനുബന്ധ വിവരങ്ങളൊക്കെയാണ് ഇന്ന് എനിക്ക് നൽകുവാനുള്ളത്. പ്രത്യേകിച്ച് മത്സര പരീക്ഷ എഴുതുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ക്വിസസിനോട് താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകും. അതേപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ തന്നെയാണ് ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ക്ലാസ് നിങ്ങൾ കേട്ട് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ പറയുന്ന സമയത്ത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, ദാറ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് റസാക്കന്മാർ. റസാക്കന്മാർ ഏത് രാജാവിൻ്റെ സ്വകാര്യ സേനയാണ് എന്നാണ് ചോദ്യം. റസാക്കന്മാർ ഏത് രാജാവിൻ്റെ സ്വകാര്യ സേനയാണ്? എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ താഴെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കേ. നിങ്ങൾക്ക് അറിയാവുന്ന ഒന്ന് ഓപ്ഷൻ ടൈപ്പ് ചെയ്ത് നോക്കുക. ശരിയോ തെറ്റോ ആയിക്കോട്ടെ, ഓപ്ഷൻ ടൈപ്പ് ചെയ്യൂ. നൈസാം. ഉത്തരം നൈസാമാണ്. നൈസാമിൻ്റെ സ്വകാര്യ സേനയാണ് റസാക്കന്മാർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഹൈദരാബാദ് ഭരണാധികാരികളാണ് നൈസാം എന്ന പേര് സ്വീകരിക്കുന്നുണ്ടായിരുന്നത്. അവരാണ് നൈസാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അവസാനമായി ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദ് എന്നത്. അവസാന സമയത്തേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഒന്നാണ് ഹൈദരാബാദിലെ നൈസാം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹൈദരാബാദ് എന്ന് പറഞ്ഞ നാട്ടുരാജ്യം. ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ട സൈനിക നടപടിക്ക് ഒരു പ്രത്യേക പേരുണ്ട്, ഓപ്പറേഷൻ പോളോ. അപ്പോൾ ഓപ്പറേഷൻ പോളോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത്. അവസാനത്തെ നൈസാം, ഹൈദരാബാദിലെ അവസാനത്തെ നൈസാം എന്ന് പറയുന്നത് ഉസ്മാൻ അലി ഖാനാണ് അവസാനത്തെ നൈസാം എന്ന്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊന്ന് ഓർത്തിരിക്കാൻ, ഈ റസാക്കന്മാർ ഹൈദരാബാദിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൈസാമിൻ്റെ സ്വകാര്യ സേന ആണ് എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു ചെറിയ കൊച്ചു മെമ്മറി ട്രിക്സ് കൂടി ഞാൻ പറയാം. ഇപ്പം തന്നെ പഠിച്ചോളൂ. എന്ത് കാര്യങ്ങളും ആ നിമിഷം ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക, നാളത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത്. ഓക്കെ, റസാക്കന്മാർ എന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കറിയാം, റസാക്ക്, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും റസാക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ റസാക്ക് നൈസായി ഹൈദരാബാദിലെ സ്വകാര്യ സേനയിൽ ചേർന്നു. റസാക്ക് നൈസായി ഹൈദരാബാദിലെ സ്വകാര്യ സേനയിൽ ചേർന്നു എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി തെറ്റിക്കാൻ പാടില്ല. ഹൈദരാബാദിലെ നൈസാമിൻ്റെ സ്വകാര്യ സേന, അല്ലെങ്കിൽ റസാക്കന്മാർ എന്നത് ഹൈദരാബാദ് നൈസാമിൻ്റെ സ്വകാര്യ സേനയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഇനി തെറ്റില്ലല്ലോ, കൃത്യമായി ഓർക്കുക. റസാക്ക് നൈസായി ഹൈദരാബാദിലെ സേനയിൽ ചേർന്നു എന്ന് ഓർത്തിരിക്കുന്നു. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിലേക്ക്. ചോദ്യം ഇവിടെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഹിയർ ദ ക്വസ്റ്റ്യൻ ഓൺ യുവർ സ്ക്രീൻ. ഓർത്താൽ വിസ്മയം ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം. ഓർത്താൽ വിസ്മയം ആരുടെ ആത്മകഥയാണ്? ഹൈദരാലി, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, MK മേനോൻ, ഗോപിനാഥ് മുതുകാട്. ഇവരിൽ ആരുടെ രചനയാണ് എന്ന് പ്രത്യേകം നിങ്ങൾ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ശരിയായ ഉത്തരം ഹൈദരാലിയാണ് ശരിയായ ഉത്തരം. കലാമണ്ഡലം ഹൈദരാലിയുടെ
അദ്ദേഹത്തിന് തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട രചനയാണ് മഞ്ചീരം. മഞ്ചീരം എന്നത് അദ്ദേഹത്തിൻ്റെ രചനയാണ്. കഥകളി സംഗീതത്തിലെ രാജകുമാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ ചോദ്യം വന്നാലും കഥകളി സംഗീതത്തിലെ രാജകുമാരൻ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ അതും കലാമണ്ഡലം ഹൈദരാലിയാണ്. അദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്ക് അടുത്താണ് അദ്ദേഹം 1946 സെപ്റ്റംബർ 5 ജനിക്കുന്നത്. 1946 സെപ്റ്റംബർ 5 ഇദ്ദേഹം ജനിക്കുന്നത്. ഹൈദരാലിയുടെ കഥകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പേര് നമുക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അദ്ദേഹത്തിൻ്റെ കഥകളി സംഗീതം അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ഓർത്താൽ തന്നെ നമുക്ക് വിസ്മയമാണ്. അല്ലെങ്കിൽ ഹൈദരാലിയുടെ കഥകളി സംഗീതത്തെപ്പറ്റി ഓർക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ നിന്നും ഭയങ്കര വിസ്മയമാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് അദ്ദേഹത്തിൻ്റെ കൃതി എന്ന് നമുക്ക് നോക്കാം. കൃതിയെപ്പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞത്, അത് മറന്നു പോകാൻ പാടില്ല. അതാണ് ഓർത്താൽ വിസ്മയം ആരുടെ ആത്മകഥയാണ് എന്നായിരുന്നു ചോദ്യം. ഹൈദരാലിയുടെയാണ്. മറക്കില്ലല്ലോ. ഇതേപോലെ ഓർത്തിരിക്കാൻ കൊച്ചു മെമ്മറി ട്രിക്സ് ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബ്രില്യൻ TV LDC മെഗാ ക്രാഷ് കോഴ്സ് എന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ എല്ലാ ദിവസവും ഇതുപോലുള്ള മെമ്മറി ട്രിക്സുകൾ ഉൾപ്പെടുത്തിയുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. LDC, LGS, അതേപോലെ തന്നെ മറ്റ് മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ GK, ഇതേപോലെ കിടിലൻ ട്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ അതിലേക്കും കൂടി ഞാൻ വരാം. അപ്പം അതിൻ്റെ ഇംഗ്ലീഷിലെ ചില വാക്കുകളും അതുപോലെ തന്നെ ഒറ്റപ്പദങ്ങളൊക്കെ ഓർത്തിരിക്കാനുള്ള ചില ട്രിക്സുകളുണ്ട്. അതും കൂടി ഞാൻ ഇന്ന് പറയുന്നതായിരിക്കും. ഞങ്ങളുടെ LDC മെഗാ ക്രാഷ് കോഴ്സിൽ ഇതുവരെ ചേരാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ചേരാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ തരാം. 9995558247 എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അധ്യാപകർ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. അതിലൂടെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാവുന്നതാണ്. താല്പര്യമുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പഠിക്കാം. പോകുന്നു അടുത്ത ചോദ്യത്തിലേക്ക്. ഏതൻസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് എന്നാണ് ചോദ്യം. ഏതൻസ് ഓഫ് ദ ഈസ്റ്റ്. മധുര, കന്യാകുമാരി, തഞ്ചാവൂർ, കാഞ്ചീപുരം. ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? മധുര, കന്യാകുമാരി, തഞ്ചാവൂർ, കാഞ്ചീപുരം. തെറ്റിക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഉത്തരം മധുരയാണ് ശരിയായ ഉത്തരം. പാണ്ഡ്യന്മാരുടെ ആസ്ഥാനമായിരുന്നു മധുര. വൈഗാ നദിയുടെ തീരത്ത് ഉള്ള പട്ടണമാണ് മധുര എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. ഉത്സവങ്ങളുടെ നഗരം എന്നാണ് മധുര അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, ഉത്സവങ്ങളുടെ നഗരം എന്നാണ് മധുര അറിയപ്പെട്ടിരുന്നത് എന്ന കാര്യം നിങ്ങൾ ഓർക്കുക. മാത്രമല്ല സംഘകാല കൃതികൾ, അവയാറിൻ്റെ കാലഘട്ടത്തിലൊക്കെയുള്ള സംഘകാല കൃതികളിൽ അതിൽ തന്നെ മണിമേഖലയിൽ മധുര നഗരത്തെ പറ്റിയുള്ള പരാമർശവുമുണ്ട് എന്നതും ഓർത്തിരിക്കുക. ഇതൊക്കെ മത്സര പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതുപോലുള്ള അനുബന്ധ വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കുക. ഇനി ഓർത്തിരിക്കാൻ വേണ്ടി, മധുരയുമായി ഓർത്തിരിക്കാൻ വേണ്ടി ഏതൻസ് ഓഫ് ദ ഈസ്റ്റ് എന്നാണ് അല്ലേ. ഏതൻസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് മധുരയാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓർത്തിരിക്കാം. ഏതൻസിലുള്ള ഈസ്റ്റില്ലേ, നമ്മൾ ഫുഡൊക്കെ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കേക്കൊക്കെ അതുപോലെ പുളിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈസ്റ്റ്, ഏതൻസിലുള്ള ഈസ്റ്റിന് നല്ല മധുരമാണ്. ഏതൻസിലുള്ള ഈസ്റ്റിന് നല്ല മധുരമാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഏതൻസ് ഓഫ് ദ ഈസ്റ്റ് മധുരയാണ്. ഓക്കെ, ഏതൻസ് ഓഫ് ദ ഈസ്റ്റ് മധുരയാണ്. ഇതുപോലുള്ള കിടിലൻ മെമ്മറി ട്രിക്സുകൾ പഠിക്കാൻ തീർച്ചയായിട്ടും ഞങ്ങളുടെ LDC മെഗാ ക്രാഷ് കോഴ്സിലേക്ക് വരാം. അവിടെ നിങ്ങൾക്ക് എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമും ഞങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഓരോ ദിവസവും 3 എക്സാമുകളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട എക്സാമിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും. ലൈവായി കേരളത്തിലെ വിവിധ വിദ്യാർത്ഥികളുമായി നിങ്ങൾക്ക് മത്സരത്തിൽ ലൈവായി പങ്കെടുക്കാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ട്രെയിനിങ് പ്രോഗ്രാമാണ് LDC മെഗാ ക്രാഷ് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മർഡർ ഓഫ് എ വൈഫ് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ് എന്നാണ് ചോദ്യം. അല്ലെ ഇംഗ്ലീഷിൽ പറയുന്ന ഒറ്റപ്പദത്തെ പറ്റിയാണ്. ഓക്കെ, അതിന് പറയുന്ന ടൈം എന്താണ്? അപ്പോൾ അക്സോറിസൈഡ്, മാട്രിസൈഡ്, എയ്മിസൈഡ്, ദെൻ പാട്രിസൈഡ്. ഇവയിൽ ഏതാണ് ശരിയായ ഉത്തരം? എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ താഴെ ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഞാൻ അനുബന്ധ വിവരങ്ങൾ പറയാം. ഓൺലി 30 seconds.
ഉത്തരം അക്സോറിസൈഡ് ആണ്. ഓക്കെ, അക്സോറിസൈഡ് ആണ് ശരിയായ ഉത്തരം. സ്പെല്ലിംഗ് കൂടി ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതേപോലെ തന്നെ മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ മർഡർ ഓഫ് എ മദർ ആണ്. ഓക്കെ, മാതാവിനെ കൊല്ലുന്ന അതിന് പറയുന്നതാണ് മാട്രിസൈഡ് എന്ന് പറയുന്നത്. ഇനി എമിസൈഡ് എന്ന് പറഞ്ഞാൽ മർഡർ ഓഫ് എ ബ്രദർ ആണ്. മർഡർ ഓഫ് എ ബ്രദർ ആണ് എമിസൈഡ്. ഇനി പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ മർഡർ ഓഫ് എ ഫാദർ ആണ്. ഒരുപാട് തവണ മത്സര പരീക്ഷയിൽ നിരന്തരമായി ചോദിച്ചുകൊണ്ടേയിരുന്നുള്ള ചോദ്യങ്ങളിലൊന്നു തന്നെയാണ് ഇതെല്ലാം. ഈ ചോദ്യങ്ങളൊന്നും തന്നെ നിങ്ങൾ വിട്ടുകളയാൻ പാടില്ല. ഇത് ഓർത്തിരിക്കാൻ എന്ത് ചെയ്യാം, കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഓർത്തിരിക്കാനുള്ള ഒരു കൊച്ചു ട്രിക്ക് ഞാൻ ഇപ്പോൾ തന്നെ പറയാം. ഇപ്പോൾ തന്നെ പഠിച്ചേക്കുക. ഒരു കള്ളൻ വീട്ടിൽ വന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എന്നാലും നമുക്ക് രസകരമായി ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറിയിട്ട് ആ സമയത്ത് ആ വീട്ടിലെ വാതിൽ തുറന്ന് അമ്മ പുറത്തേക്ക് വരിക. അപ്പോൾ അമ്മയെ മാറ്റുകൊണ്ട്, നിലത്തിരുന്ന മാറ്റുകൊണ്ട് അമ്മയെ കൊലപ്പെടുത്തുന്നു. ഓക്കെ, മാറ്റിൻ്റെ സൈഡ് അമ്മയുടെ തലയിൽ തട്ടി അമ്മ മരിക്കുന്നു. വലിയ കട്ടിയുള്ള മാറ്റാണെന്ന് ഓർക്കുക. മാട്രിസൈഡ്, മാറ്റിൻ്റെ സൈഡ് കൊണ്ട് അമ്മയെ കൊലപ്പെടുത്തുന്നു. ഓക്കെ, സോ മാട്രിസൈഡാണ് മാതൃഹത്യ എന്ന് പറയുന്നത്, മാട്രിസൈഡ്. ഓക്കെ, അമ്മയെ കൊലപ്പെടുത്തുന്നതുകൊണ്ട് അച്ഛൻ ഓടി വരുന്ന സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നു, ഈ കള്ളൻ തൊട്ടപ്പുറത്ത് നിന്നൊരു ബാറ്ററി വലിയൊരു ഇൻവെർട്ടറിൻ്റെ ബാറ്ററി വെച്ചിട്ടുണ്ടെന്ന ആ ബാറ്ററിയുടെ സൈഡ് കൊണ്ട് അച്ഛനെ കൊലപ്പെടുത്തുന്നു. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ പിതൃഹത്യയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് സഹോദരൻ തൊട്ടടുത്ത് ഒരു അമ്മിക്കല്ലിൽ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന അമ്മിക്കല്ലെടുത്തുകൊണ്ട് സഹോദരൻ ഓടി വരുന്നു ഇയാളെ ആക്രമിക്കാൻ വേണ്ടി. ആ സമയത്ത് ഈ അമ്മിക്കല്ല് പിടിച്ചു വാങ്ങിയിട്ട് സഹോദരനെ തലക്കിടിച്ച് കൊലപ്പെടുന്നു. സോ ആമിസൈഡ്, അമ്മിക്കല്ലിൻ്റെ സൈഡ് കൊണ്ട് സഹോദരനെ കൊലപ്പെടുത്തുന്നു. ആമിസൈഡ്. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വൈഫ് പെട്ടെന്ന് ഓടി വരുന്നു. അവർ നോക്കുന്ന സമയത്ത് അവരുടെ കയ്യിലൊരു കോടാലി കിട്ടി. ദാറ്റ് മീൻസ് ആക്സ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, കള്ളന് നേരെ വന്ന സമയത്ത് ആക്സ് വലിച്ചൂരി കള്ളൻ എന്ത് ചെയ്യുന്നു, ആക്സ് ഊരി അതിൻ്റെ സൈഡ് കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കൊലപ്പെടുത്തുന്നു. സോ ശ്രദ്ധിക്കുക, ഒക്സോറിസൈഡ്, ആക്സ് ഊരി സൈഡ് കൊണ്ട് കൊലപ്പെടുത്തുന്നു. അക്സോറിസൈഡ് അല്ലെങ്കിൽ ഒക്സോറിസൈഡ് എന്ന് പറയുന്നത് ഭാര്യയെ കൊലപ്പെടുത്തുന്ന ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ അക്സോറിസൈഡ്, മാട്രിസൈഡ്, ആമിസൈഡ്, പാട്രിസൈഡ്. ഓക്കെ, അക്സോറിസൈഡ്, മാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ മാറ്റിൻ്റെ സൈഡ് കൊണ്ട് കൊലപ്പെടുത്തുന്നു. ആമിസൈഡ് എന്ന് പറഞ്ഞാൽ അമ്മിക്കല്ലിൻ്റെ സൈഡ് കൊണ്ട് കൊലപ്പെടുത്തുന്നു. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ സൈഡ് കൊണ്ട് കൊലപ്പെടുന്നു. ഇന്ന് ഇതേപോലെ എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് ഓർത്തില്ലെങ്കിൽ ഇത് മുഴുവൻ കൺഫ്യൂഷൻസ് ആവാൻ സാധ്യതയുണ്ട്. എപ്പോഴും മാറിപ്പോകണ്ട. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം ഒരു വിഷ്വലായി നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഏറ്റവും കൂടുതൽ തവണ മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ തന്നത്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ ഈ വിഭാഗത്തിൽ നിന്ന് എപ്പോഴും സ്ഥിരമായി എല്ലാ LDC പരീക്ഷയിലും ഈ ഒരു ചോദ്യം വരാറുണ്ട്. അതുകൊണ്ട് ഇത് തെറ്റാതെ കൃത്യമായി പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളിത് വിട്ടുകളയാൻ പാടില്ല. കുറഞ്ഞ ചോദ്യങ്ങളാണ് നൽകിയാൽ പോലും ഈ നൽകിയ ചോദ്യത്തിനോടനുബന്ധമായി ഒരുപാട് വസ്തുതകൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടുതൽ വസ്തുതകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കോഴ്സിലേക്ക് കടന്നു വരാം. അവിടെ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇനി പ്രത്യേകിച്ച് നമുക്കിനി LDC മെഗാ ക്രാഷ് കോഴ്സിൻ്റെ ലൈവ് നടക്കാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ലൈവും കൊടുക്കാനുണ്ട്. അതുകൊണ്ടുകൂടി സമയക്കുറവും കൂടി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ നൽകിയത്. അപ്പോൾ നിങ്ങൾ LGS ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, അതുപോലെ LDC തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള കിടിലൻ പ്രോഗ്രാം, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് മാത്രം പഠിക്കാൻ പറ്റുന്ന ഇതേപോലെ മെമ്മറി ട്രിക്സുകളെല്ലാം കോർത്തിണക്കിയുള്ള പ്രോഗ്രാം, ലൈവ് എക്സാമുകൾ, അതുപോലെ മോക്ക് ടെസ്റ്റുകൾ, എല്ലാ ദിവസവും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ സ്കൂൾ സിലബസ് SSCRT സ്കൂൾ സിലബസ് സ്പെഷ്യലായി ഉൾപ്പെടുത്തിയിട്ടുള്ള, കാരണം കഴിഞ്ഞ VO പരീക്ഷയിൽ നമുക്ക് 50-50 GKയ്ക്കും പൂർണ്ണമായി ഉത്തരം നൽകാൻ പറ്റുന്നത് SSCRT സ്കൂൾ സിലബസ് കൃത്യമായി പഠിപ്പിച്ചതുകൊണ്ടാണ്. അതിൽ തന്നെ സെലക്റ്റീവായിട്ടുള്ള ചോദ്യങ്ങൾ എടുത്ത് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നിർണ്ണയിക്കുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കിടിലൻ പ്രോഗ്രാം നടക്കുന്നു. താല്പര്യമുള്ളവർക്ക് 99955824 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യനുകളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ലൈവ് ഉള്ള ദിവസങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതായിരിക്കും. ആ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ആടാവും. ആ ഗ്രൂപ്പിലൂടെ ഞങ്ങൾ ഓരോ ദിവസവും ലൈവ് ഏത് സമയത്താണ് എന്ന് കൃത്യമായി അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക, കൃത്യമായി പഠിച്ചു വെക്കുക. സ്റ്റേ അറ്റ് ഹോം, സ്റ്റഡി അറ്റ് ഹോം, എൻജോയ് അറ്റ് ഹോം. ദിസ് ഈസ് മീ, സൂര്യ ധനീഷ്. ബൈ ഫോർ നൗ.